കലിപ്പൻ്റെ തുമ്പിപ്പെണ്ണ് ശീതീകരിച്ച ആ 4 ചുവരുകൾക്കുള്ളിലാണ് നിൽക്കുന്നതെങ്കിൽ അവളുടെ മേൽച്ചുണ്ടിനു മുകളിൽ വിയർപ്പ് കണങ്ങൾ സ്ഥാനം പിടിച്ചു. അവൻ തന്നോട് അടുക്കും തോറും കാർത്തുവിന് തൻ്റെ ശരീരത്തിന് വല്ലാത്ത തളർച്ച തോന്നി. അറിയട്ടെടി നിന്നെ ഞാൻ ശരിക്കും ഒന്ന് അറിഞ്ഞിട്ട് കൊണ്ടാക്കാം. അവളുടെ ദേഹത്തേക്ക് അല്പം കൂടി അവൻ അടുത്തു. സാർ സാർ മാറി നിന്നങ്ങോട്ട് സംസാരിച്ചാൽ മതി. പെട്ടെന്ന് അവൾ ശബ്ദമുയർത്തി. ചി നാവടക്കടി. അവൻ കൈ ഉയർത്തി അവളെ വിലക്കി. നോ സാർ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. തൽക്കാലം നിങ്ങളങ്ങോട്ട് മാറി നിൽക്ക്. നിനക്ക് പറയാനുള്ളത് പറഞ്ഞോ, പക്ഷേ ഇവിടെ എൻ്റെ ഓഫീസിലല്ല, നിന്റെ കുടുംബത്തിൽ. മനസ്സിലായോ കാർത്തിക നാരായൺ? സാറ് ലേശം അങ്ങോട്ട് മാറിക്കേ. അവൻ്റെ ശ്വാസം തട്ടുംതോറും കാർത്തുവിന് എന്തോ ഒരു വല്ലായ്മ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പുരുഷൻ്റെ അടുത്ത്. ശോ, എൻ്റെ ഭഗവാനേ. കാർത്തിക, അപ്പം എങ്ങനെയാണ് കാര്യങ്ങൾ? അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ കാർത്തു ഞെട്ടി. ഇതുവരെയായിട്ടും ഒരു സ്ത്രീയോട് പോലും മോശമായിട്ട് പെരുമാറാത്ത, പറയാത്ത എന്നെ നീ വെറും മറ്റവനാക്കി കളഞ്ഞു. സ്ത്രീകൾക്ക് കൊടുക്കേണ്ട മാന്യത അത് കൊടുക്കുക തന്നെ ചെയ്യുന്നവനാണ് ഈ ധരൻ. പക്ഷെ ഇന്ന് ഈ ഓഫീസിലെ സ്റ്റാഫ് എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ വെറും ഒരു ആഭാസനും പെണ്ണുപിടിയനുമാണെന്നല്ലേടി. നിന്റെ ഏത് ചിറ്റയാണ് പറഞ്ഞത് ഞാൻ വൃത്തികെട്ട സ്വഭാവമുള്ളവനാണെന്ന്? പറയൂ കാർത്തിക. ക്ഷോഭം കൊണ്ട് വിറയ്ക്കുകയാണ് ധരൻ. കാർത്തു പേടിച്ചു നിന്നു. സാർ, ഞാൻ അറിയാതെ. അവക്ക് വാക്കുകൾ മുറിഞ്ഞു. അറിയാതെ? ഓ, അങ്ങനായിരുന്നോ? താൻ അറിയാതെ പറഞ്ഞതല്ലേ? ഓക്കെ, എനിക്ക് അപ്പോഴേ തോന്നി. അവളെ നോക്കി ധരൻ പരിഹസിച്ചു. സാർ, നീ സ്മാർട്ടാണ്. അതെനിക്ക് നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ തോന്നി. പക്ഷേ നീ കുറച്ച് ഓവർ സ്മാർട്ടാണെന്ന് ഇവിടെ ഓഫീസിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നിന്നേക്കാൾ സ്മാർട്ടാവട്ടെടി ഞാൻ. കാണണോ നിനക്ക്? അവൻ്റെ മുഖം കാർത്തുവിലേക്ക് അടുത്തതും അവൾ സർവ്വശക്തിയും ഉപയോഗിച്ച് അവനെ ആഞ്ഞൊരു തള്ളലായിരുന്നു. ബാലൻസ് കിട്ടാതെ തരൻ പിറകിലേക്ക് വീണുപോയി. അവൻ്റെ തല പോയി ശക്തിയിൽ ഇടിച്ചു. യു ബ്ലഡി. ധരൻ എഴുന്നേക്കാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല. ഡി. പുറത്തേക്ക് ഓടാൻ പോയപ്പോളേ ധരൻ വലതുകാൽ കൊണ്ട് ഒന്ന് തട്ടി. പിന്നിലെ ഭിത്തിയിലിടിച്ച് തന്നെ അവൾ നിന്നു. വല്ലാത്തൊരു മൂളലോടെ മേശമേൽ പിടിച്ചുകൊണ്ട് ധരൻ ചാടി എഴുന്നേറ്റു. അവൻ്റെ കൈകൾ കാർത്തുവിൻ്റെ ഇടുപ്പിൽ അമർന്നു. അവളൊന്ന് മേൽപോട്ടുയർന്നു. ധരൻ അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. അവളുടെ ഇടുപ്പിൽ അവൻ്റെ പിടുത്തം അല്പം കൂടി മുറുകി. അവളെ ഒന്ന് ആഞ്ഞു പുണർന്നപ്പോൾ അവളുടെ മാറിടങ്ങൾ പോലും വേദനിച്ചു. കാർത്തുവിൻ്റെ അതിരം നുകരാൻ അവനധികം സമയമൊന്നും വേണ്ടി വന്നില്ല. അവൻ്റെ പുറത്ത് ശക്തിയായി അവൾ ഇടിച്ചു. നഖം കൊണ്ട് പോറൽ വീഴ്ത്തി. രക്തം കിണിഞ്ഞു. എന്നിട്ടും ധരൻ അകന്നു മാറിയിട്ടില്ല. അവളുടെ കണ്ണുനീർ തുള്ളികൾ അവനിലേക്ക് ചേർന്നൊഴുകി. ചെറു ചൂടോടെ ഒഴുകിയ കണ്ണുനീർ അവനെ തലോടിയതും ധരന് പൊള്ളലേറ്റതുപോലെ തോന്നി. പെട്ടെന്ന് അവൻ കാർത്തുവിൽ നിന്ന് അകന്നു മാറി. ഇനി ചെന്ന് എല്ലാവരോടും പറഞ്ഞു ധരൻ ചെറ്റയാണെന്ന്. ചോരയെ നീരുള്ള പെണ്ണുങ്ങളെ കണ്ടാൽ കൺട്രോൾ പോകുന്നവനാണെന്ന്. അതിൻ്റെ ഉദാഹരണം നീയും കൂടിയാണെന്ന് പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് പോയി. കാർത്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ധരനിൽ നിന്നും ഇങ്ങനെയൊരു നീക്കം അത് സ്വപ്നത്തിൽ പോലും അവൾ പ്രതീക്ഷിച്ചില്ല. ഏത് ശപിക്കപ്പെട്ട നിമിഷത്തിലാണ് താൻ ഈ ഓഫീസിലേക്ക് വന്നതെന്നോർത്ത് അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. ശരിക്കും താൻ കാരണമാണ്. തൻ്റെ ഓവർ സ്മാർട്ട്നെസ് തനിക്ക് ജയിക്കാനായി പറഞ്ഞതാണ്. പക്ഷേ അതിനു പകരം അയാൾ. അവളുടെ കണ്ണുകളിൽ കോപാഗ്നി മുഴുവൻ. വാഷ്റൂമിൽ നിന്ന് ധരൻ ഇറങ്ങി വന്നു. അവനെ കണ്ടതും കാർത്തു എഴുന്നേറ്റു. നീ പോയില്ലേ? ഒരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട്
അവൻ അവളുടെ അടുത്തേക്ക് വന്നു. പെട്ടെന്നായിരുന്നു കാർത്തുവിൻ്റെ വലതുകരം വായുവിൽ ഒന്ന് ഉയർന്നു പൊങ്ങിയത്. അവൻ്റെ കരണം തീർത്ത് ഒന്ന് പൊട്ടിച്ചുകൊണ്ട് കാർത്തു പിന്നിലെ വാതിലിൽ കൂടി തൻ്റെ ബാഗുമെടുത്ത് വെളിയിലേക്ക് നടന്നു. മോളെ കാർത്തു, ഇന്നെന്താ നിനക്ക് ജോലിയല്ലേ? അതോ ഇനി എന്തെങ്കിലും അവധിയോ മറ്റോ ആണോ? പതിവില്ലാത്ത സമയത്ത് കാർത്തിക വീട്ടിലേക്ക് വന്നപ്പോൾ അച്ചമ്മങ്ങൾക്ക് സംശയമായി. അതുകൊണ്ടൊന്നുമല്ല, എനിക്കിന്ന് നല്ല സുഖമില്ലായിരുന്നു. ബസ്സിൽ കയറിയപ്പോൾ തുടങ്ങിയ തലവേദന. പിന്നെ അത്ര തിരക്കിട്ട് തീർക്കേണ്ട ജോലിയൊന്നും ഇന്നില്ലായിരുന്നു. അലക്ഷ്യമായി പറഞ്ഞുകൊണ്ടവൾ തൻ്റെ മുറിയിലേക്ക് കയറിപ്പോയി. ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി ദേവമ്മേ? അവൾ വിളിച്ചു ചോദിച്ചു. അപ്പുറത്തെ വീട്ടിലെ പാലുകാച്ചല്ലേ മോളെ, അവിടെ വരെ പോയതാ. ഞാനൊന്ന് കിടക്കട്ടെ. അവൾ റൂമിൽ കയറി വാതിൽ ചാരി വേഷം പോലും മാറാതെ ബെഡിലേക്ക് വീണു. ഒന്ന് പൊട്ടിക്കരയാൻ മനസ്സാർത്തു വിതുമ്പുന്നു. പക്ഷെ സാധിക്കുന്നില്ല. തൻ്റെ മുഖം ഒന്ന് വാടിയാൽ ഇവിടെയുള്ളവർ വന്ന് കണ്ടുപിടിക്കും. കണ്ണൊന്ന് നിറഞ്ഞാൽ ആദ്യം അറിയുന്നത് അച്ചമ്പങ്ങളാവും. ഹൃദയം പൊട്ടിപ്പോകുകയാണ്. ഒരിക്കലും ധരൻ സാർ ഇങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് താൻ കരുതിയില്ല. ഉമിനീർ പറ്റിയപ്പോൾ കീഴ്ചുണ്ടിൽ വല്ലാത്ത നീറ്റൽ പോലെ. ശരീരമൊക്കെ വീങ്ങുകയാണ്. 22 വയസ്സായിരിക്കുന്ന തനിക്ക് ഇതുവരേക്കും ഒരു ചീത്തപ്പേര് പോലും കേൾപ്പിച്ചിട്ടില്ല. എല്ലാവരോടും ധാരാളം സംസാരിക്കും, ബഹളം വയ്ക്കും. എന്നല്ലാതെ ഇതുവരെയായിട്ടും ആരോടും ഒരു തർക്കത്തരം പോലും പറയാൻ താൻ മുതിർന്നിട്ടില്ല. എന്നിട്ടും ഇയാളോട് എന്തിനാണ് അങ്ങനെയൊക്കെ പെരുമാറിയത്? ചാനിയോടും മേരിയോടും ഒക്കെ എന്തിനാ വെറുതെ അങ്ങനെയൊക്കെ പറയാൻ തോന്നിയത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? കാർത്തു നിർവികാരതയോടെ ഇരിക്കുകയാണ്. ഇതുവരെയായിട്ടും ഒരു പുരുഷനും തന്നെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. അവൻ്റെ പെർഫ്യൂമിൻ്റെ മണമാണ് ഇപ്പോഴും തന്നെ. അവൾ ശ്വാസം എടുത്തു വലിച്ചു. വല്ലാത്ത അറപ്പാണ് അവൾക്കപ്പോൾ തോന്നിയത്. മാറാനുള്ള തുണിയും എടുത്തുകൊണ്ട് അവൾ കുളത്തിലേക്ക് ഓടി. ഡ്രസ്സൊന്നും മാറാതെ കൊണ്ട് അവൾ കുളത്തിലേക്ക് ഇറങ്ങി. ഒന്നും മുങ്ങി നിവർന്നു. മുടി മുഴുവനും അഴിഞ്ഞ് പിന്നിലേക്ക് കിടന്നു. അവൾ കൽപ്പടവിലേക്ക് കയറിയിരുന്നു. കുറേയേറെ സോപ്പെടുത്ത് ദേഹത്ത് പതപ്പിച്ചു. കഴിഞ്ഞ നിമിഷങ്ങൾ ഓർക്കും തോറും അവൾക്ക് കണ്ണുനീർ ഒഴുകി തുടങ്ങി. മോളെ കാർത്തു, അച്ചമ്മങ്ങളാണ്. എന്താ ദേവമ്മേ, ഇതെന്താ കുട്ടി കാണിക്കുന്നേ? നട്ടുച്ച നേരത്താണോ കുളത്തിൽ വന്ന് നീരാടുന്നേ? വല്ലാത്ത തലവേദന, ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ മാറുമെന്ന് തോന്നി, അതുകൊണ്ടാണ്. തലനീരിറങ്ങും കുട്ടി, വേഗം വരൂ. ദേവമ്മ പൊയ്ക്കോ. അവൾ കുറച്ച് സമയം കൂടി അങ്ങനെ കിടന്നു. എന്നിട്ട് കുളപ്പുരയിലേക്ക് കയറി. പലതവണ ഓഫീസിൽ നിന്നും ഗിരിയും പവിയും ഒക്കെ വിളിച്ചു. പക്ഷേ അവൾ കോൾ എടുത്തില്ല. ആരോടും ഇനി കൂടുതലൊന്നും പറയാനില്ല. എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടിക്കൊണ്ട് അവൾ മുറിയിലിരുന്നു. എന്നിട്ട് ലാപ്പ് ഓൺ ചെയ്തു. ഒരു റെസിഗ്നേഷൻ ലെറ്റർ ടൈപ്പ് ചെയ്തു. അപ്പോൾ തന്നെ അവൾ ധരൻ്റെ നമ്പറിൽ അയച്ചു. വേണ്ട, ഇനി ആ ജോലി വേണ്ട. അതുപോലെ തന്നെ അയാളെയും ഇനി കാണാൻ വയ്യ. കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവൾ കസേരയിൽ ചാരിക്കിടന്നു. ഒരു തണുത്ത കരസ്പർശം പോലെ, ഒപ്പം നെറുകയിൽ ഒരു ചുംബനവും. കാർത്തു ഞെട്ടി എഴുന്നേറ്റു. ഓ, സ്വപ്നമായിരുന്നോ? അവളെ വിയർത്തുപോയി. ഓ, ഇന്ന് മുഴുവൻ ചുംബന തരംഗമാണല്ലോ. അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നു. സമയം 2 മണി കഴിഞ്ഞിരിക്കുന്നു. ആരും എത്തിയില്ല ഇതുവരെയായിട്ടും. അവൾ നീളം വരാന്തയുടെ കോണിൽ കിടന്ന് ഒരു കസേരയിൽ പോയിരുന്നു. ഫോണിലേക്ക് ഒരു മെസ്സേജ് ട്യൂൺ. അവളത് എടുത്തു നോക്കി. മെസ്സേജ് അല്ല, മെയിൽ വന്നതാണ്. ഓപ്പൺ ചെയ്തു. കം ടു ദി ഓഫീസ് ടുമോറോ അറ്റ് 10 o'clock. ധരൻ്റെ മെയിലാണ്. അല്ലെങ്കിലും അവിടെ വരെ ഒന്നുകൂടി പോകേണ്ടി വരുമെന്ന് അവൾ ഓർത്തിരുന്നു. അവൾ ശ്വാസം വലിച്ചെടുത്തു. മോളെ, നീ ഊണ് കഴിക്കാൻ വാ. വരുവാ ദേവമ്മേ. അവൾ എഴുന്നേറ്റ് ഊണുമുറിയിലേക്ക് പോയി. പുളിശ്ശേരിയും വൻപയർ ഉലർത്തിയതും പപ്പടവും പിന്നെ മാങ്ങാച്ചാറും ഉണ്ട്. ദേവമ്മയും ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് അവൾക്കരികിലേക്ക് വന്നു. ദേവമ്മ കഴിച്ചില്ലായിരുന്നോ?
ഇല്ല. ശോ, വിശക്കുന്നില്ലേ? മോൾ എഴുന്നേറ്റ് വന്നിട്ട് കഴിക്കാമെന്ന് കരുതി. രണ്ടാളും കൂടി ഇരുന്നാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. അവരൊക്കെ പോയിട്ട് എന്താ വരാൻ വൈകുന്നേ? നമ്മളോട് മാത്രമേ അവർക്കിത്തിരി പരിചയമുള്ളൂ. അതുകൊണ്ടാവും അവിടെ നിൽക്കുന്നത്. ദൈവമേ, എന്തേ പോകാഞ്ഞേ? ഒന്നും ഉണ്ടായിട്ടല്ല മോളെ. പിന്നീട് ഒരു ദിവസം പോകാമെന്നോർത്തു. പുളിശ്ശേരിയിലേക്ക് വൻപയർ മെഴുക്കുവരട്ടിയിട്ട് കുഴിച്ച് വായിലേക്ക് വെച്ചതും അവൾ നിലവിളിച്ചു പോയി. എന്താ മോളെ, എന്തു പറ്റി? ചുണ്ട് നീറുന്നു, മുറിഞ്ഞെന്നാ തോന്നേ. അവളുടെ കണ്ണിൽ നിന്നും കൂടെ കൂടെ വെള്ളം ചാടി. യോ, എവിടാ മുറിഞ്ഞ്? കാണുന്നില്ലല്ലോ. അവർ അവളുടെ ചുണ്ട് പിളർത്തി. കീഴ്ചുണ്ടിൻ്റെ ഉൾവശത്തായി ലേശം രക്തം കിനിഞ്ഞു കിടക്കുന്നു. ഇതെന്തു പറ്റി മോളെ? അത് പിന്നെ ഞാൻ കുളിക്കാൻ പോയപ്പോൾ തെക്കുവശത്ത് ആ കൊന്നുമരത്തിൻ്റെ താഴെ മുഴിച്ചു നിൽക്കുന്ന ആ കല്ലിലിടിച്ചതാ. ശോ, എന്തിനാ അവിടേക്ക് നീന്തിയേ? വെറുതെ. അവളൊരു പ്രകാരത്തിൽ ഊണ് കഴിച്ചെഴുന്നേറ്റു. വായ കഴുകി വന്ന് ചായപ്പിക്കിടുന്ന കട്ടിലേക്ക് കയറിയിരുന്നു. കുട്ടി, ദൈവമ്മയാണ് ഒരു ചെറിയ പാത്രത്തിൽ എന്തോ കൊണ്ടുവരുന്നുണ്ട്. ഇതാ, അല്പം വെണ്ണയാണ്. ഇത് തടവിക്കോ, പെട്ടെന്ന് കരിഞ്ഞോളൂ കേട്ടോ. കാർത്തു ദേവമ്മ പറഞ്ഞ പോലെ ചെയ്തു. ആരോടും പറയണ്ടാട്ടോ ദേവമ്മ. അമ്മയെ മുത്തശ്ശി അറിഞ്ഞ വഴക്കു പറയും. ഞാൻ ആരോടും പറയില്ല. ഇനി സൂക്ഷിച്ചോളും. ഓവ്. അപ്പോഴേക്കും കണ്ടു പടിപ്പുര കടന്നു വരുന്ന സംഘത്തെ. മുത്തശ്ശൻ, മുത്തശ്ശി, അച്ഛൻ, അമ്മ, ചെറിയച്ഛൻ, പിന്നെ ചെറിയമ്മ. സദ്യ കഴിച്ച് ആകെ ക്ഷീണമായി പോയോ? നടക്കാൻ വയ്യെങ്കിൽ ഒരു വണ്ടി വിടായിരുന്നു. അവൾ താടിക്ക് കൈയോങ്ങി നിന്നു. പരിഹസിക്കേണ്ട കേട്ടോ. ഞങ്ങളെല്ലാവരും ഉഷാറായിട്ടാണ് വന്നത്. യാതൊരു ക്ഷീണവുമില്ല. അത്രയ്ക്ക് കേമായിരുന്നു സദ്യാട്ടം. മുത്തച്ഛൻ ഇളം തിണ്ണയിലേക്ക് കയറി. ഓ, എന്തോന്നാ എൻ്റെ കേശവൻ നായരെ, നന്നായി തട്ടിയില്ലോ. മുത്തച്ഛൻ്റെ വയറിൽ ചെറുതായി ഒന്ന് കുത്തിക്കൊണ്ട് കാർത്തു ചിരിച്ചു. തുടരും.